ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് റാഗിപ്പുട്ടായിരുന്നു കേട്ടോ. ഈ റാഗിയുടെ പുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഈ പുട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കറിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഞാൻ പിന്നെ പഞ്ചസാരയും പഴവും കൂടെ ഇട്ടാണ് മക്കൾക്ക് കൊടുക്കുന്നത്. അന്നേരം പഴമൊക്കെ ഇട്ടാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ തേണ്ട ഇന്ന് നമ്മുടെ അപ്പൂസുണ്ട്. അവന് പനിയും ചുമയൊക്കെ ആയിട്ട് 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വള്ളക്കാരൻ ചേട്ടനെ തിരക്കി കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം അടുപ്പിച്ച് നമ്മുടെ ഈ വള്ളത്തിൻ്റെ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കമൻറ്റ് വരും കേട്ടോ. ബീന ഇപ്പം വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലേന്ന് ചോദിച്ച്. അന്നേരം നമുക്ക് ഇന്നലെ വന്നതാണ് കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അതിൻ്റേതായ ഇതൊക്കെയുണ്ട്, വീഡിയോയ്ക്ക് ഷെയ്ക്കുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് വള്ളത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അന്നേരം നമ്മുടെ ലൈറ്റർ ഇന്ന് കേടായിരിക്കുമായിരുന്നു. അന്നേരം നമുക്കൊരു ലൈറ്റർ വേണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പരിസരം ശുചീകരണത്തിൻ്റെ സമയത്ത് നമ്മുടെ തൂത്തുവാരിയില്ലേ, അത് കാണാതെ പോയി കേട്ടോ. തപ്പി 2 ദിവസമായിട്ട് ഞാൻ കുഴഞ്ഞു. അന്നേരം എനിക്കിന്ന് തൂത്തുവാരി വേണം. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും കേട്ടോ. നമുക്ക് എന്ത് സാധനങ്ങൾ വേണേലും പാത്രങ്ങളും അങ്ങനെയുള്ള ഐറ്റം ഒക്കെ നമുക്ക് പറഞ്ഞു വിട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത ഐറ്റം നമ്മൾ പറഞ്ഞു വിട്ടാൽ മതി. അങ്ങനെ അപ്പൂസാണ് നമുക്ക് തൂത്തുവാരിയൊക്കെ അവിടുന്ന് ഇങ്ങനെ എടുത്തു തന്നെ കേട്ടോ. അന്നേരം ഇങ്ങനെ വെള്ളമൊക്കെ നമ്മുടെ ഇപ്പം വറ്റി കിടക്കുകയാണ്. അതിങ്ങനെ പോളയൊക്കെ വന്നടിഞ്ഞ് കിടക്കുന്നത്. പിന്നെ നമുക്ക് മുട്ടയും കുറച്ച് സാധനങ്ങളും ഒക്കെ വേണമായിരുന്നു. അപ്പൂസിന് വേണ്ട ഐറ്റം ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. മാഗി, ബിസ്ക്കറ്റ്, മുട്ടായി, അങ്ങനെ പഴയകാല നമ്മുടെ പുളിമുട്ടായി, ഇഞ്ചി മുട്ടായി അല്ല, കമ്പ് മുട്ടായി, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വള്ളത്തിലുണ്ട് കേട്ടോ. അന്നേരം നമ്മളെല്ലാ ആഴ്ചയിലും 2 ദിവസമാണ് നമ്മുടെ ഈ വള്ളക്കാരൻ ചേട്ടൻ വരുന്നത് കേട്ടോ. അന്നേരം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ ഈ വള്ളത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി. അന്നേരം സഞ്ചരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണെന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരുപാട് പേർക്ക് അത്ഭുതമാണ് ഈ വള്ളത്തിൽ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരുമ്പം ഈ വള്ളം അറിയത്തില്ലേ ബീന എന്നൊക്കെ ചോദിച്ച്. ഒരിക്കലും ഇല്ല കേട്ടോ. അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. വള്ളത്തിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നവരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളമൊന്നും വെച്ചിട്ടില്ല. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്താണ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നത്. അന്നേരം ഞാൻ ആ കഞ്ഞിക്കലോ നമ്മൾ കഞ്ഞി ഊറ്റുന്ന ഈ പാത്രവും നമ്മൾ വള്ളത്തിൽ നിന്ന് മേടിച്ചതാണ്. അന്നേരം ഈ പാത്രം കണ്ടപ്പോൾ നമ്മുടെ ജീന ചേച്ചി കമൻ്റ് ഇട്ടായിരുന്നു, ബീന എനിക്കൂടി ഇത്തിരി ഒരെണ്ണം വാങ്ങണം, എനിക്കില്ലെന്നും പറഞ്ഞു കേട്ടോ. അന്നേരം നമ്മുടെ വീട്ടിലെ പാത്രങ്ങളും ഞാൻ ഈ വള്ളത്തിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഈ കലവും എല്ലാ സംഭവങ്ങളും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വന്നാണ് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുന്നത്. അന്നേരം നമ്മുടെ ടിനോപ്പൻ രാവിലെ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചൂറ്റിയുണ്ടായിരുന്നു. അതും ഞാൻ മുട്ട പൊരിച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ആക്കി കൊടുത്തു വിട്ടു കേട്ടോ. പിന്നാണ് നമ്മൾ ഈ ചോറ് വെക്കുന്നത്. ചേട്ടനും ആ ചോറ് തന്നെയാണ് കൊണ്ടുപോയത്. അന്നേരം ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അന്നേരം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഡേ മൈ ലൈഫ്. നമ്മുടെ വീട്ടിലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ, മോർണിംഗ് വ്ളോഗ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് കേട്ടോ. അന്നേരം നാടൻ വീട്ടുകാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ. അന്നേരം നമ്മുടെ ലൈറ്ററിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ നൈഫ്. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അകത്ത് കയറി വന്നപ്പോൾ അപ്പൂസ് ഇതെല്ലാം പൊട്ടിച്ച് കേട്ടോ. അന്നേരം ഇതാണ് നമ്മുടെ ലൈറ്റർ. 100 രൂപയാണ് ഈ ലൈറ്ററിൻ്റെ വില കേട്ടോ. അന്നേരം ഒരു നൈഫ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വള്ളത്തേലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം പോവാണ് കേട്ടോ. വള്ളം വിട്ടു പോവാണ്. ഒരുപാട് പേര് ഈ വള്ളത്തിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാഴ്ച എൻ്റെ വീഡിയോയിൽ കൂടി മാത്രമേ കണ്ടിട്ടുള്ളെന്നും പറഞ്ഞ് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുട്ടനാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നെന്ന്. അന്നേരം
ഒത്തിരി പേര് എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോയിൽ കൂടിയാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതെന്നും പറഞ്ഞ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അത് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കും ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് കാണാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാനും നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത് കേട്ടോ. ഇങ്ങനെ ഡേ മൈ ലൈഫ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ ആദ്യം വീട്ടുകാര്യങ്ങൾ സ്വപ്ന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ചാനലാണ് ഫസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീട്ടുകാര്യങ്ങൾ കാണിക്കുന്നത്. പിന്നെ മലയാളി മോം ബൈ ഹെൽന, അങ്ങനെ ഒരുപാട് പേര്, ഹിമ പെണ്ണഴക്, ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ അവരുടെ ഡെയിലി വ്ളോഗ് വീട്ടുകാര്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്കും തോന്നി ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാൽ എന്താണെന്ന്. അന്നേരമൊന്നും എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും തമ്പനയിൽ ഉണ്ടാക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പണിയാണ് ഈ യൂട്യൂബ് ചാനലുള്ളവർക്ക്. യൂട്യൂബറായിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമുക്ക് തീരെ സമയം കിട്ടത്തില്ല. സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യമാണ്. കാണുന്നവർക്ക് നല്ല തമാശയാണിത്. ഒരുപാട് പേര് ഇതിന് പിന്നിൽ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ കാണും കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞത്, എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നും ചോദിച്ച്. അന്നേരം എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത്. അന്നേരം ഞാനത് തുടങ്ങി കേട്ടോ. അത്രയേ ഉള്ളൂ. അത് എന്നോട് ചോദിച്ച കമൻറ്റിനുള്ള മറുപടിയാണ് ഞാനിപ്പം തന്നത്. ഒരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു, അതിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അന്നേരം ചേച്ചി തുടങ്ങിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്. അന്നേരം അതിന് പേടിയാണ് കേട്ടോ, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കളിയാക്കലുകളൊക്കെ ഉണ്ടാകുമോയെന്ന്. അതൊക്കെ ഇതിനകത്തുള്ളതാണ് കേട്ടോ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ധൈര്യമായിട്ട് തുടങ്ങിക്കോ. നമുക്ക് ചെറിയൊരു ഇൻകം ഇതിനകത്തുനിന്ന് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഉള്ളിത്തണ്ട് ഞാൻ തോരൻ വെച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിത്തണ്ട് തോരന്. അത് ഞാൻ ഇട്ട സമയത്ത് നമ്മൾ ആദ്യം ഉള്ളിത്തണ്ടാണ് ഇട്ടത് കേട്ടോ. സവാള ഒന്ന് വഴറ്റിയിട്ട് വേണം നമ്മൾ ഈ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ പച്ചമുളകും തേങ്ങായും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. അന്നേരം ഈ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിത്തണ്ട് തോരനെ. അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇന്നലത്തെ മീൻകറിയൊക്കെ നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. അപ്പൂസിന് ചുമയും പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഈ തോരൻ വെച്ചത് കേട്ടോ. അന്നേരം നമ്മൾ ഇതിനകത്ത് ഉള്ളിത്തണ്ട് തോരനകത്ത് കൂടുതലും സവാളയാണ് ചേർക്കേണ്ടത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നേരം അപ്പൂസിന് മുട്ട വേണ്ടെന്ന് പറഞ്ഞു. ഇതൊന്ന് കടുവൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം വഴറ്റി നമ്മുടെ ഉള്ളിത്തണ്ടൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. ഉള്ളിത്തണ്ട് തോരനും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പൂസ് തന്നെ അടിച്ചുകൊണ്ട് വന്നതാണ്. പച്ച മാങ്ങ അടിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പച്ചമാങ്ങ ജ്യൂസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ ചൂട് സമയത്ത് നമുക്ക് ദാഹം അകറ്റാനും ക്ഷീണം മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അന്നേരം അപ്പൂസിന് ചുമയൊക്കെ ആയതുകൊണ്ട് തണുത്ത വെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മാങ്ങയുടെ തൊലി ചെത്തി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് പിന്നെന്താണ് അതിനകത്തേക്ക് ആവശ്യമുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു ഏലക്കയുടെ ചതച്ചിട്ട് കൊടുക്കുക. അന്നേരം അടിപൊളിയായിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡിയാകും. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ലേ ഉണ്ടാക്കിയത്, പിന്നെ കൊള്ളാതിരിക്കുമോ എന്നാണ് എന്നോട് പറയുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അന്നേരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.